നമസ്കാരം എല്ലാവർക്കും ഉമേപ്പ റിയൽ എസ്റ്റേറ്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട. നാട്ടുംപുറത്തെ ഒരു ചൊല്ലാണിത്. വ്യക്തികൾ തമ്മിലുള്ള ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങളാണ് പൊതുവെ സൗഹൃദങ്ങൾ എന്നറിയപ്പെടുന്നത്. ആഴമേറിയ നിരവധി സൗഹൃദ ബന്ധങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ തന്നെയായിരിക്കും ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കാതലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും. എന്നാൽ ഒരു നല്ല സുഹൃത്തിനെ എപ്രകാരം തിരിച്ചറിയാമെന്നും ഒരു നല്ല സുഹൃത്ത് എങ്ങനെയായിരിക്കണമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു ചീത്ത സുഹൃത്ത് ഉണ്ടാവുന്നതും ഒരു സുഹൃത്ത് ഇല്ലാതിരിക്കുന്നതും ഒരുപോലെയാണെന്നാണ് ജപ്പാൻകാരുടെ പഴഞ്ചൊല്ല്. ഒരർത്ഥത്തിൽ അത് സത്യവുമാണ്. യഥാർത്ഥ സുഹൃത്തിനുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് പരസ്പരം അംഗീകരിക്കുവാനുള്ള കഴിവ്. നിങ്ങൾ ആരാണോ ആ അവസ്ഥയിൽ നിങ്ങളെ അംഗീകരിക്കാൻ കഴിയുന്ന ആളായിരിക്കും ഒരു യഥാർത്ഥ സുഹൃത്ത്. നിങ്ങളുടെ കഴിവുകളും കുറവുകളും എന്തു തന്നെ ആയിരുന്നാലും അത് മനസ്സിലാക്കി പൂർണ്ണമായി അംഗീകരിക്കുന്നയാൾ തീർച്ചയായും ഒരു നല്ല സുഹൃത്തായിരിക്കും. നിങ്ങളുടെ സ്വഭാവത്തിലെ പ്രത്യേകത മനസ്സിലാക്കി നിങ്ങളെ അംഗീകരിക്കുകയും എപ്പോഴും കുറ്റപ്പെടുത്തുന്ന രീതികൾ ഒഴിവാക്കി സ്നേഹപൂർണമായ ശാസനയിലൂടെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തി തീർച്ചയായും ഒരു നല്ല സുഹൃത്തായിരിക്കും. മതം, ജാതി, സാമ്പത്തികം, രാഷ്ട്രീയം തുടങ്ങിയ അതിർവരമ്പുകൾ ഒന്നും ഇവരുടെ മനസ്സിൽ ഉണ്ടാകില്ല. എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രം നൽകുന്ന സുഹൃത്തിന് ആരുടെ മനസ്സിലും ഇടം നേടാനും കഴിയില്ല. അത്തരം സൗഹൃദങ്ങൾ ആരും അംഗീകരിക്കുവാനും തയ്യാറാകില്ല, അല്ലെങ്കിൽ തയ്യാറാകരുത്. അതുകൊണ്ട് നല്ല സുഹൃത്തിനെ തിരിച്ചറിയുന്നതിനൊപ്പം മറ്റുള്ളവർക്ക് നല്ല സുഹൃത്തായിരിക്കുവാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സുഹൃത്ത് ബന്ധത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകളെ വേഗത്തിൽ ക്ഷമിക്കുവാനും ഒരു നല്ല സുഹൃത്തിനും മാത്രമേ കഴിയുകയുള്ളൂ. ഏതൊരാവശ്യത്തിനും എപ്പോൾ വേണമെങ്കിലും ആശ്രയിക്കാൻ കഴിയുന്ന ആളായിരിക്കണം ഉത്തമ സുഹൃത്ത്. പല സന്ദർഭങ്ങളിലും വിവിധ സ്വഭാവങ്ങൾ പ്രകടമാക്കുന്ന ആളായിരിക്കരുത് നമ്മുടെ സുഹൃത്ത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അത്തരം വ്യക്തികളെ നിങ്ങൾ ഭയക്കുക തന്നെ വേണം. ഉയർച്ചയിലും താഴ്ചയിലും കൂടെ നിൽക്കുന്ന നല്ല സുഹൃത്തുക്കൾ ഏതവസ്ഥയിലും ആത്മവിശ്വാസം പകർന്നു നൽകുന്നവരായിരിക്കും. നമുക്കൊരു അപകടഘട്ടം ഉണ്ടാകുമ്പോൾ മാത്രമേ യഥാർത്ഥ സുഹൃത്തിനെ മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ നമ്മെ ആരാണോ സഹായിക്കുന്നത്, നമുക്കൊപ്പം ഉറച്ചു നിൽക്കുന്നത് ആരാണോ, അതാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. അല്ലാതെ അപകടഘട്ടത്തിൽ ഉപേക്ഷിച്ചു പോകുന്ന സുഹൃത്ത് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളുന്നവനല്ല. ഇത്തരത്തിൽ എല്ലാ കാര്യത്തിലും നമ്മുടെ നന്മ മാത്രം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുള്ളത് തന്നെ ധൈര്യം നൽകുന്ന കാര്യമാണ്. ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രം വരുമ്പോൾ കൂടെ നിൽക്കുകയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അപ്രത്യക്ഷനാകുകയും ചെയ്യുന്നത് ഒരു നല്ല സുഹൃത്തിന് യോജിച്ച രീതിയല്ല. അതുപോലെ നിങ്ങൾ വിശ്വസിച്ചു പറയുന്ന കാര്യങ്ങൾ മൂന്നാമതൊരാൾ അറിയാതെ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നല്ല സുഹൃത്ത്. നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ ഒരു കൈത്താങ്ങായി നിൽക്കുകയും സമയത്തിനോ പണത്തിനോ കണക്ക് പറയാതെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സഹായിക്കാൻ നല്ല സുഹൃത്തിനെ സാധിക്കൂ. സ്വാർത്ഥ താല്പര്യങ്ങൾ നിറവേറ്റുന്നവരും സാഹചര്യങ്ങൾ മുതലെടുക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നല്ല സുഹൃത്താകില്ല. അതിനുവേണ്ടി ഉള്ളതാകരുത് സൗഹൃദങ്ങൾ ഒന്നും തന്നെ. സൗഹൃദ ബന്ധത്തിൽ പൂർണ്ണമായും സത്യസന്ധത പുലർത്തുക എന്നതാണ് നല്ലൊരു സുഹൃത്തിന്റെ മറ്റൊരു ഗുണം. പറഞ്ഞ വാക്ക് പാലിക്കണം. അതിന് കഴിയാതിരുന്നാൽ കൃത്യമായ കാരണങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയണം. അത്തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നവർ നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയോ വിശ്വസ്തത നേടിയെടുക്കാൻ വേണ്ടിയോ കള്ളം പറയാൻ നല്ല സുഹൃത്തുക്കൾ തയ്യാറാകില്ല. പറയുന്ന കാര്യങ്ങളിലും ബന്ധങ്ങളിലും അങ്ങേയറ്റം സത്യസന്ധതയും വിശ്വാസവും നിലനിർത്തുന്നതായിരിക്കണം ഒരു നല്ല സുഹൃത്തിന്റെ ഗുണം. നിലനിൽപ്പിന് വേണ്ടി പറയുന്ന കള്ളത്തരങ്ങൾ പോലും പിന്നീട് നല്ല സുഹൃത്ത് ബന്ധങ്ങളെ തകർത്തേക്കാം. അതുകൊണ്ട് സൗഹൃദത്തിൽ കള്ളത്തരങ്ങൾ ഒരിക്കലും കടന്നു വരാതെ ശ്രദ്ധിക്കണം. പരസ്പരമുള്ള വിശ്വാസത്തിന് സത്യസന്ധത പ്രധാന ഘടകമാണ്. നല്ല സൗഹൃദങ്ങൾ ശിഥിലമാകാതെ എന്നും നിലനിൽക്കാൻ സത്യസന്ധമായ വാക്കും പ്രവൃത്തിയും സൗഹൃദത്തിൽ ഉണ്ടാകണം. നല്ല സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്നവർ ഇതൊക്കെ പാലിക്കേണ്ടതുമാണ്. നമ്മുടെ സന്തോഷങ്ങളും പ്രയാസങ്ങളും കേൾക്കാൻ ഒരാൾ ഉണ്ടാകുന്നത് നമുക്കൊക്കെ ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. പലപ്പോഴും ഒരു നല്ല ശ്രോതാവില്ലാത്തതാണ് പലരുടെയും പ്രധാന പ്രശ്നം. എന്തെങ്കിലും സുപ്രധാന കാര്യങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭങ്ങളിൽ ആരുടെയെങ്കിലും അഭിപ്രായം ഏറെ ഗുണം ചെയ്യും.
ഇത്തരം സാഹചര്യങ്ങളിൽ ആത്മാർത്ഥ സുഹൃത്തിനെ ശ്രോതാവായി ലഭിക്കുന്നത് കൂടുതൽ ആശ്വാസമാകും. അതുകൊണ്ട് തന്നെ നല്ല കേൾവിക്കാരനായിരിക്കുക എന്നത് ഉത്തമ സുഹൃത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളുടെ അതേ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് ക്ഷമയോടെ ശ്രദ്ധയോടെ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാൻ ഇവർക്ക് കഴിയണം. നല്ല സുഹൃത്ത് സംസാര ചാതുര്യൻ എന്നതിലുപരി നല്ലൊരു ശ്രോതാവായിരിക്കണം. നിങ്ങളുടെ വിഷമ സന്ദർഭങ്ങളിൽ ഒഴിവ് കഴിവ് പറഞ്ഞ് മാറി നിൽക്കാനോ ശ്രദ്ധിക്കുന്നതായി അഭിനയിക്കുവാനോ നല്ല സുഹൃത്തുക്കൾ ശ്രമിക്കാറില്ല. ഏത് സന്ദർഭത്തിലും സംസാരിക്കുവാനും കാര്യങ്ങൾ കേൾക്കുവാനും നല്ല സുഹൃത്തുക്കൾ തയ്യാറായിരിക്കും. സൗഹൃദങ്ങളിൽ നിൽക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തിക്കും അവരുടേതായ സ്വകാര്യതകളുണ്ട്. നമ്മുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് പെരുമാറാൻ നല്ല സുഹൃത്തിനെ കഴിയൂ. സൗഹൃദത്തിന്റെ പേരിൽ എല്ലാ കാര്യത്തിലും അനുവാദം ചോദിക്കാതെ ഇടിച്ചു കയറുന്ന സ്വഭാവം നല്ല സൗഹൃദങ്ങളിൽ ഉണ്ടാകില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ആത്മാർത്ഥ സുഹൃത്ത് പങ്കുവച്ചില്ലെന്ന പരിഭവത്താൽ ദിവസങ്ങളോളം പിണങ്ങി നല്ല സൗഹൃദം ഇല്ലാതാക്കുന്നവരുണ്ടാകാം. വ്യക്തിപരമായ പല കാരണങ്ങളും ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അതൊക്കെ അറിയണമെന്ന വാശി സൗഹൃദത്തിൽ കാണിക്കരുത്. വ്യക്തികളെക്കുറിച്ചോ സാഹചര്യങ്ങളെക്കുറിച്ചോ സുഹൃത്തുക്കൾ തുറന്നു പറയുമ്പോൾ മാത്രം അറിയാൻ ശ്രമിക്കുക. വ്യക്തിപരമായ നമ്മുടെ സ്വകാര്യതകളെ മാനിക്കുന്നവരായിരിക്കണം നല്ല സുഹൃത്തുക്കൾ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സൗഹൃദം കൂടുന്നവരല്ല നല്ല ചങ്ങാതിമാർ. തിരക്കുകളും പ്രശ്നങ്ങളും മാറ്റിവെച്ച് അവരുടെ ജീവിതത്തിൽ നമുക്കുള്ള പ്രാധാന്യത്തെ ഇടയ്ക്കിടെ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതാണ് ഒരു നല്ല സുഹൃത്തിന്റെ കടമ. നല്ല സുഹൃത്ത് ഒരു പ്രേരക ശക്തി കൂടിയാണ്. നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഇന്ധനം പോലെയാണ്. ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സഹായഹസ്തമായി ഇവർ നിലനിൽക്കും. നല്ല സുഹൃത്തുക്കൾ സൗഹൃദത്തെ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഓർത്തിരുന്ന് നമ്മളെ വിളിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരായിരിക്കും യഥാർത്ഥ സുഹൃത്ത്. നമ്മൾ അങ്ങോട്ട് വിളിച്ചാലേ ഇങ്ങോട്ട് വിളിക്കൂ എന്ന പിടിവാശി നല്ല സൗഹൃദങ്ങളിൽ ഉണ്ടാകില്ല. ജീവിതത്തിലെ ഏറ്റവും നല്ല നാളുകൾ സമ്മാനിക്കാൻ കഴിയുന്നതാണ് നല്ല സൗഹൃദങ്ങൾ. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മുഖമോർക്കുമ്പോൾ കുറേയേറെ നല്ല ഓർമ്മകൾ മനസ്സിൽ തെളിയുന്നുണ്ടാകണം. അതാണ് നല്ല സൗഹൃദം. ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സുഹൃത്ത് മൂലം ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല അനുഭവങ്ങൾ, നേട്ടങ്ങൾ, നിങ്ങളുടെ സുഹൃത്ത് മൂലം നിങ്ങൾക്കുണ്ടായിട്ടുള്ള ജീവിതത്തിലെ വിജയങ്ങൾ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ മുഖാന്തരം നിങ്ങൾക്കുണ്ടായിട്ടുള്ള പരാജയങ്ങൾ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ മറക്കാതെ കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.